യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, പ്രയാസങ്ങളെ നേരിടുന്നത് ആത്മീക പേശികളെ വികസിപ്പിക്കുന്നു. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദവാക്യം 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ നിശ്ചയിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രയാസങ്ങളെ നേരിടുന്നത് ആത്മീക പേശികളെ വികസിപ്പിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നത് നമ്മളുടെ ആത്മീക പേശികളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ആത്മീക പേശികളെ വികസിപ്പിക്കുവാൻ കർത്താവ് ഒരുപാട് കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടതുപോലെ നാമും ഒരുപാട് കഷ്ടപ്പെടേണ്ടുന്ന സാഹചര്യം വരും. എന്നാൽ അധിക നാൾ ഈ കഷ്ടപ്പാട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് തിരുവചനം നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് താമസം ഉള്ളവനല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ കാര്യാദികളിൽ വളരെ താമസം എടുക്കുന്നത്? എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്, നല്ല ഒരു അവസരം നമ്മൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കുറച്ച് താമസിക്കുന്നതിൽ തെറ്റുകളില്ല. ഇവിടെ പറയുന്നത് ഇങ്ങനെ, കർത്താവ് താമസം ഉള്ളവനല്ല. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം നശിച്ചു പോകാതെ ഇരിക്കുവാൻ മാനസാന്തരപ്പെടുന്നതിനും വേണ്ടിയാണ് നമുക്ക് ദൈവം ചില കാലതാമസങ്ങളെ വരുത്തുന്നത്. ഇവിടെ പത്രോസ് എഴുത്തുകളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ദീർഘക്ഷമയുള്ളവർ ആയിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവും നമ്മോട് ദീർഘക്ഷമ കാണിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നാം ഇന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, ഒരു തെറ്റിദ്ധാരണയെ നാം വെല്ലുവിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് താമസിക്കുന്നത്? നമുക്ക് നല്ല ഒരു അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും ദൈവത്തിൻ്റെ പദ്ധതികൾ കാലാകാലങ്ങളിൽ, അതായത് സമയാസമയങ്ങളിൽ നമ്മളിൽ കൂടെ നിറവേറുന്നതിന് വേണ്ടിയാണ് കർത്താവ് താമസിക്കുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനോട് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കർത്താവ് ഇതാ വേഗം വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണും. ഇതിന്റെ 2-ാം ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സമയത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, എല്ലാത്തിനും നല്ലൊരു സമയം ഉണ്ടാകും, എല്ലാത്തിനും ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യെശയ്യാവിന്റെ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായി ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. കർത്താവ് നമുക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതിന് തക്കതായ സമയങ്ങൾ വിനിയോഗിച്ചു കൊണ്ടായിരിക്കും എന്നാണ് പ്രവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഇനി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ സമയങ്ങളും അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് ഒരു തക്കതായ വിരാമം ഉണ്ടാകും എന്നതാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നാം ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് പ്രശ്നങ്ങൾ കടന്നു വരുന്നു? എന്നാൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം നമ്മെ ഓരോ സമയങ്ങളിലും ഓരോ ദിവസങ്ങളിലും തീയിൽ ഊതിക്കഴിച്ച പൊന്നു പോലെയാകും. അത് എന്തുകൊണ്ടാണ് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മളുടെ ശരീരത്തിൻ്റെതായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ അത് തീഷ്ണതയുള്ളവരായി, കഷ്ടതയുള്ളവരായി,
മുന്നോട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ലക്ഷ്യസ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കും. കർത്താവ് ഇങ്ങനെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ. ഇവിടെ നമ്മോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രയാസങ്ങളാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആത്മീക പേശികളെ വികസിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ക്ഷമയുടെ സന്ദർഭമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മാനസാന്തരപ്പെടുവാൻ വേണ്ടി നമ്മളിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ടുള്ള സമയങ്ങൾ ചിലവഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, തിരുവചനങ്ങളെ മാനിച്ച് ദൈവമേ ആത്മീക പേശിയുടെ വളർച്ചയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.